Hi everyone. നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിനേഷന്റെ സിലബസും ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ലാസ്റ്റ് നടന്ന എക്സാം 2022 നടന്ന എക്സാമിന്റെ ഇക്കണോമിക്സ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നിങ്ങൾ ഈ ഒരു പാറ്റേണോ സിലബസ് വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ എക്സാം ആണ് നമുക്ക് നടക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഉള്ള ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ലാസ്റ്റ് 2022 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ ഒരു റെഫറൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഓരോ മോഡ്യൂളിലും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അതിൽ നിങ്ങൾ ഏതൊക്കെ ഇപ്പൊ ഇനിയിപ്പോ അധികം സമയമില്ല, ഉടനെ തന്നെ നിങ്ങൾക്ക് എക്സാമുകൾ വരാൻ ഉടനെ തന്നെ എക്സാമും വരും. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏതൊക്കെ പോയിന്റ് കൂടുതൽ അല്ലെങ്കിൽ ഏത് ഏരിയയിലേക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുകൂടിയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോ ഈ സിലബസിനെ നമ്മുടെ എക്സാമിന്റെ ഇക്കണോമിക്സ് പാർട്ടിന്റെ സിലബസ് ഒരു അഞ്ചായിട്ട് ആണ് മോഡ്യൂളുകളുള്ള 5 മോഡ്യൂൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് മൈക്രോ ഇക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ. മൈക്രോ ഇക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു മോഡ്യൂളിൽ വരിക. സെക്കൻഡ് വൺ ഇസ് മാക്രോ ഇക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ. ഇറ്റ്സ് റിലേറ്റഡ് ടു ദ മാക്രോ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിലെ രണ്ട് കോർ ഏരിയാസ് ആണ് മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. ഇത് പഠിക്കാതെ നമുക്ക് ഇക്കണോമിക്സ് പഠിക്കാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് ദ ബേസിക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് മൈക്രോ ആൻഡ് മാക്രോ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. സാധാരണ ഒരു സോഷ്യൽ സയൻസിനേക്കാൾ കൂടുതൽ ഇക്കണോമിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് തിയറിയിൽ വെറുതെ പറഞ്ഞു പോവാതെ ന്യൂമറിക്കലി കൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആയി കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സോഷ്യൽ സയൻസിലെ തന്നെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും സയൻസ് വിഭാഗത്തിലും നമ്മുടെ ഇക്കണോമിക്സ് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. സോ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ് നമുക്ക് തേർഡ് മോഡ്യൂളിൽ വരുന്നത്. ആൻഡ് ദ ഫോർത്ത് മോഡ്യൂൾ ഇസ് അബൌട്ട് ദി economic development, public finance and the international trade. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും പബ്ലിക് ഫിനാൻസ്, ഗവൺമെന്റിന്റെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് നമുക്ക് ഫോർത്ത് മോഡ്യൂളിൽ വരിക. ആൻഡ് ദ ഫിഫ്ത് മോഡ്യൂൾ ഇസ് റിലേറ്റഡ് ടു ദി ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. സ്പെസിഫിക് ആയിട്ട് നമുക്ക് സാധാരണ ഇപ്പം നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ആസ്പെക്ട് മാത്രം നമുക്ക് പഠിച്ചാൽ മതിയാവും. പക്ഷെ നമ്മുടെ കേരള PSC ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ് കൂടുതൽ കേരള ഇക്കണോമിക്കും കേരളത്തിന്റെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസിനും കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് 5 മോഡ്യൂൾസ് വരുന്നത്. അപ്പൊ ഇക്കണോമിക്സിന്റെ സിലബസിനെ ഇങ്ങനെ 5 മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് മോഡ്യൂൾ നോക്കിക്കോ. അതിനകത്താണ് ഈ ഡിമാൻഡ് തിയറി, പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്, മാർക്കറ്റ്, പലതരത്തിലുള്ള മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നമുക്കുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലതരത്തിലുള്ള മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ തിയറി ഉണ്ട്. നമുക്കറിയാം ഇക്കണോമിക്സിൽ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതാണ് പ്രൊഡക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഫാക്ടർ പേയ്മെന്റ്സുകളും ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാക്ടർ പേയ്മെന്റ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻകത്തെ എങ്ങനെയാണ് ഈ 4 ഫാക്ടേഴ്സിലേക്കും കൂടി ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ തിയറികളിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കോർ ആയിട്ടുള്ള ഇത്രയും അല്ല, മൈക്രോ ഇക്കണോമിക്സ് പറയുന്ന ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും കോർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ വരിക. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ ഇതില് ഈ എക്സാം എഴുതുന്ന നമുക്കറിയാവുന്ന പോലെ ഇക്കണോമിക്സ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 3 സബ്ജക്ട്സ് പഠിച്ചവർക്ക് മാത്രമേ ഈ എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ച ആളുകൾക്ക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂ സബ്ജക്റ്റ് ആണ്.
പുതിയൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു സാധനമാണ്. അപ്പോ ഈ ഒരു ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മോഡ്യൂള് കാണുമ്പോൾ എങ്ങനെ പഠിക്കണം? അപ്പോ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞതിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ബേസിക് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ബാക്കി കോൺസെപ്റ്റുകൾ മനസ്സിലാവുള്ളൂ. സോ വെൻ യു സ്റ്റഡി ദിസ് മോഡ്യൂൾ, first you have to understand the basics of microeconomics, like what is demand, what are the determinants of demand, what is cost, what is production, what is factors of production, what are the factors of payments. ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ഈ ഒരു മോഡ്യൂൾ, കാരണം ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കുന്നത് പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഈ മൂന്ന് കാര്യങ്ങളെ പല തരത്തിൽ ക്വസ്റ്റ്യൻ വരാം. ഇപ്പോ ഇതിനകത്ത് ഡിമാൻഡ് തിയറിയിലെ എക്സംഷൻസ് ഉണ്ട്. ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് തിയറിയുടെ ഒരു എക്സംഷൻ ആണ്. ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത് വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. പക്ഷെ അതിന് എക്സംഷൻസ് ഉണ്ട്. അതിലൊരു എക്സംഷൻ ആണ് നമ്മുടെ ഗിഫൻ ഗുഡുകൾ എന്ന് പറയാം. അപ്പൊ ഗിഫൻ ഗുഡുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്, വെൻ പ്രൈസ് റെഡ്യൂസസ്, സാധാരണഗതിയിൽ നമ്മൾ ഡിമാൻഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗിഫൻ ഗുഡിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഗിഫൻ ഗുഡിന്റെ കാര്യത്തിൽ വെൻ പ്രൈസ് റെഡ്യൂസസ് വി വിൽ ഡിമാൻഡ് ലെസ്. പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ ഡിമാൻഡും കുറയും. അതിനെയാണ് നമ്മൾ ഗിഫൻ ഗുഡുകൾ എന്ന് പറയുക. ഈ ഗിഫൻ ഗുഡുകൾ നമ്മുടെ ഈ ഒരു മോഡ്യൂളിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഗിഫൻ ഗുഡ് ഉണ്ട്. ഇനി നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഗിഫൻ ഗുഡ്. അപ്പൊ ഗിഫൻ ഗുഡ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് ഈ പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ കമോഡിറ്റി റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിന്റെ ഡയറക്റ്റ് ആയിട്ടോ നിങ്ങളോട് ക്വസ്റ്റ്യൻ വരാം. സോ ഈ ഒരു മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോബ്ജഗുലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, സിഇഎസ്, വിഇഎസ്, ട്രാൻസ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷനുകൾ ഉണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷനുകൾക്കൊക്കെ അതിൻ്റെതായ പ്രോപ്പർട്ടികളുണ്ട്. ആ പ്രോപ്പർട്ടികൾ നിങ്ങൾ എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, എങ്ങനെ ഓരോന്നിലും അത് എങ്ങനെ ഡിഫർ ചെയ്ത് നിൽക്കുന്നു, അങ്ങനെയുള്ള കോർ ആയിട്ടുള്ള, അതുപോലെ അതിന്റെ ഈക്വേഷൻ, അതിൽ എന്തൊക്കെ വേരിയബിൾസ് വരുന്നുണ്ട്, അങ്ങനെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെക്കുക നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് locus of combination of two commodities that give equal satisfaction to the consumer. കൺസ്യൂമറിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുക. ആ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ് അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, അതിന്റെ ഒന്നും ഫീച്ചേഴ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനോ ഒന്നും അല്ല നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന, നമ്മൾ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലും നമ്മൾ ഓർത്തിരിക്കേണ്ടത് മാർക്കറ്റ് ഈക്വിലിബ്രിയം പോയിന്റ് എവിടെയാണ്, അങ്ങനെയുള്ള കോർ ആയിട്ടുള്ള പോയിന്റുകളാണ് നിങ്ങൾ ഈ ഒരു ഈക്വിലിബ്രിയം പ്രൈസ് എവിടെ, ഏത് പോയിന്റ്, അറ്റ് വിച്ച് പോയിന്റ് ദി ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇസ് ഡിറ്റർമിൻഡ്. ഇപ്പൊ ഒളിഗോപോളിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിങ്ഡി ഡിമാൻഡ് കർവ്, അതുപോലെ തന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്, അങ്ങനെയുള്ള കോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ടിൽ നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ അതിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇപ്പൊ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ എന്താണ് ഈ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഏത് മാർക്കറ്റ് സ്ട്രക്ചേഴ്സിലാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ ഗെയിം തിയറിക്കകത്ത് പ്രിസണേഴ്സ് ഡിലമ്മ എന്താണ്, അതുപോലെ തന്നെ നാഷ് ഈക്വിലിബ്രിയം എന്താണ്, ഇങ്ങനെയുള്ള കോർ ആയിട്ടുള്ള, അല്ലാതെ നമുക്ക് ഗെയിം തിയറി കംപ്ലീറ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് നോൺ ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കൊന്നും അത്രയും ഡീപ്പായിട്ട് ഇത് പഠിച്ചിട്ടൊരു ആവശ്യവും നമുക്ക് വരുന്നുമില്ല. അപ്പോ എന്താണ് ഇതിനകത്ത് വരുന്ന, നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പോലെ പ്രിസണേഴ്സ് ഡിലമ്മ എന്താണ്, എന്താണ് നാഷ് ഈക്വിലിബ്രിയം, സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡോമിനന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെയർ എന്ന് പറഞ്ഞാൽ ഗെയിം തിയറിയിൽ എന്താണ്, അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലത്തെ
കോർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ട്, അതും നോക്കുക. അതുപോലെ എന്താണ് ഓയിലേഴ്സ് തിയറം, ആ തിയറം എന്താണ് അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ ഇങ്ങനെയുള്ള പിന്നെ പാർഷ്യൽ ആൻഡ് ജനറൽ ഈക്വിലിബ്രിയം ആരാണ് കൊണ്ടുവന്നത്, എന്താണത്, അത് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാൻ, എക്സ്പെക്ട് ചെയ്യാൻ, ആസ് ദി സിലബസ് പാറ്റേൺ അല്ല ആസ് ദി ക്വസ്റ്റ്യൻ പാറ്റേൺ ഇസ് ചേഞ്ചിങ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നല്ല രീതിയിൽ ഉണ്ടാവണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 4 മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസസ് ഡിറ്റർമിൻ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. അതുപോലെ ഒളിഗോപോളി, കിങ് ഡിമാൻഡ് കർവ് ഇസ് റിലേറ്റഡ് ടു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ആക്ച്വലി ഇറ്റ് ഇസ് റോങ്, ഒളിഗോപോളിയിലാണ് കിങ് ഡിമാൻഡ് കർവ്. അങ്ങനെ അതിന്റെ ഫീച്ചേഴ്സിന് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിന്റെ കോർ ആയിട്ട് എന്താണ് എന്ന് അടിസ്ഥാനപരമായിട്ട് അത് അറിഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ മോണോ പ്രൈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇസ് റിലേറ്റഡ് ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. കംപ്ലീറ്റ്ലി റോങ് ആണത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇല്ല, ഹോമോജനസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. അത്രയുമാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രെസ് കൊടുക്കേണ്ടത്. ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിലെ കോർ ആയിട്ട് എവിടെയാണ് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഗിഫൻ ഗുഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൈസ് എഫക്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഇൻകം എഫക്ട്, ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ CS, VS ഫങ്ഷൻസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ്, ഈ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അത്തരത്തിലുള്ള കോർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്താണ്, സ്നോ ബാൻഡ് വെബ്ലൻ ഇഫക്റ്റ് എന്താണ്, എക്സ്റ്റേണാലിറ്റീസ് റിലേറ്റ്, എക്സ്റ്റേണൽ ഇക്കോണമീസ് റിലേറ്റ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്, അത് ഓർത്തിരിക്കുക. ഇപ്പോ വെബ്ലൻ ആണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും വി ആർ ഡിമാൻഡിങ് മോർ, ഇറ്റ് കൺസിഡേർഡ് ആസ് എ എക്സംഷൻസ് ടു ദ ഡിമാൻഡ് തിയറി ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. മാർക്കറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ വി ആർ ഡിമാൻഡിങ് മോർ, അതാണ് ഈ ബാൻഡ് വാഗൺ എഫക്ട് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ നമ്മളും അത് എല്ലാവരും വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്കും വാങ്ങിക്കാം, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം ഓർത്തിരിക്കാം. ഇത്രയുമാണ് നമുക്ക് മൈക്രോ എക്കണോമിക് തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ്, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാം 4 മാർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ 4 മാർക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്നത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ തവണത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണത്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അതിൽ A സെറ്റിനകത്ത് ആദ്യം ഫുൾ ഇക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ഈക്വൽ ടു. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ്, 0 ആണോ, ഇൻഫിനിറ്റി ആണോ, 1 ആണോ, ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ 1 ആണോ, ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ കോബ് ഡഗ്ലസിന്റെ മാത്രമല്ല CS പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെയും VSന്റെയും ട്രാൻസ്ലോഗിന്റെയും ഒക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 ആണ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ the elasticity of factor substitution is always 1. എപ്പോഴും കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. നേരെ തിരിച്ചും നമുക്ക് ക്വസ്റ്റ്യൻ വരാം, ഇഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ is equal to 1 then that production function will be obviously കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോ അത് മറക്കാതെ ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച്. എന്താണ് ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്,
മാർജിനൽ പ്രൊഡക്റ്റുകളാണ്. അതായത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ തിയറി. അപ്പൊ പ്രൊഡക്ഷൻ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എം പി, എന്താണ് എ പി, അതുപോലെ എന്താണ് ടി പി, ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എം പി എന്താണ്, എ പി എന്താണ്, ടി പി എന്താണ്. അപ്പോ എവിടെയാണ് എം പി ഇൻക്രീസ് ചെയ്യുന്നത്, എവിടെയാണ് എം പി ഡിക്രീസ് ചെയ്യുന്നത്, എവിടെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, ഇതെല്ലാം ഓർത്തിരിക്കുക. അപ്പൊ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസിങ് എന്നൊരു പോയിന്റിൽ നിന്ന് ഡിക്രീസിംഗിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ആവുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ആ ഒരു കർവിന്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറുകയാണ്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ is at the point at which marginal product is at the maximum. കാരണം ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻക്രീസിംഗിൽ നിന്ന് ഡിക്രീസിലേക്ക് മാറുന്ന ഒരു ഷിഫ്റ്റിനെയാണ് പറയുക. അപ്പൊ ആ ഷിഫ്റ്റ് സംഭവിക്കുന്ന എപ്പോഴാണ്, മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമം ആവുമ്പോഴാണ്. അതുപോലെ ഈ തിയറിയിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് സാച്ചുറേഷൻ പോയിന്റ്. എവിടെയാണ് പ്രൊഡക്റ്റ് തിയറിയിൽ സാച്ചുറേഷൻ പോയിന്റ് വരുന്നത്? സാച്ചുറേഷൻ പോയിന്റ് ഈസ് വേർ ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് അറ്റ് ദി മാക്സിമം. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുക. ആ പോയിന്റിന്റെ ഒരു പ്രത്യേകത, അറ്റ് ദാറ്റ് പോയിന്റ് മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ഓൾസോ ബി സീറോ. മാർജിനൽ പ്രൊഡക്റ്റ് സീറോ ആവും. അപ്പൊ ഇവിടെ എന്തൊക്കെ ഓർത്തിരിക്കണം? വെൻ ടി പി ഇസ് അറ്റ് ദി മാക്സിമം, marginal product will be zero. When TP decreasing, marginal product will also be negative. അപ്പോൾ TP total product decrease ചെയ്യുമ്പോൾ marginal product negative ആവും. When total product is at the maximum, marginal product zero. ഇവിടെ ഒരു ഫേം പ്രൊഡക്ഷൻ അവസാനിപ്പിക്കും. സാച്ചുറേഷൻ പോയിന്റ് ആണ്. ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ്. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ when MP is at maximum. Saturation point എന്ന് പറഞ്ഞാൽ MP is equal to 0 and TP is at the maximum. I think it is clear to you. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If two goods were perfect complements, their indifference curve would be. രണ്ട് ഗുഡുകൾ പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് നമുക്ക് രണ്ട് തരത്തിലാണ് ഗുഡുകൾ വരുന്നത്. എങ്ങനെയാണ്? കോംപ്ലിമെന്റുകളും സബ്സ്റ്റിറ്റ്യൂട്ടുകളും. ഇപ്പൊ കോംപ്ലിമെന്ററികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കണം. ഇപ്പൊ രണ്ട് ഷൂ, ലെഫ്റ്റ് ഷൂവും റൈറ്റ് ഷൂവും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കണം. അല്ലാതെ ഒരെണ്ണമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് പറ്റത്തില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിന് പകരം ഒന്ന് ഉപയോഗിക്കാം. ഇപ്പൊ ഷൂവിന് പകരം ചപ്പൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒന്നിന് പകരം ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്നും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററികൾ എന്നും പറയാം. അപ്പോ ഇൻഡിഫറൻസ് കർവിന്റെ ഒരു നോർമൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇതാണ് സാധാരണ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ്. അപ്പോ when we increase the consumption of one good, we have to decrease the consumption of other. ഇപ്പൊ നിങ്ങൾ വൈയുടെ കൺസംഷൻ കൂട്ടണമെങ്കിൽ, ഇപ്പൊ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറഞ്ച് എന്ന് വിചാരിക്കാം, ഇത് ആപ്പിൾ എന്നും വിചാരിക്കാം. ഇപ്പൊ ഓറഞ്ചിന്റെ കൺസംഷൻ കൂട്ടണമെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആപ്പിളിന്റെ കൺസംഷൻ കുറയ്ക്കണം. ഇനി ആപ്പിളിന്റെ കൺസംഷൻ കൂട്ടണമെങ്കിൽ ഓറഞ്ചിന്റെ കൺസംഷൻ കുറയ്ക്കണം. അപ്പോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വൺ വിത്ത് ദി അനദർ. ദർ ഇസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിന്റെ ഒരു സ്ലോപ്പിനെ നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ലോപ്പിനെ പറയുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് വൺ കമോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് അനദർ. നമ്മൾ ഒന്ന് മറ്റൊന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? കോംപ്ലിമെന്റ്സ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇല്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഇൻഡിഫറൻസ് കർവ്? ദ ഇൻഡിഫറൻസ് കർവ് വിൽ ബി എ റൈറ്റ് ആംഗിൾ. ഇങ്ങനെയായിരിക്കും ഇൻഡിഫറൻസ് കർവ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഒന്നുകിൽ ഇത് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണ്, നമുക്ക് ഇത് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ രണ്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. രണ്ടും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കുക, അല്ലാതെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ കർവുകളായിരിക്കും.
Indifference curves are L-shaped, that is right angles, because increasing one good without the other does not increase the utility. ഒന്ന് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊന്നും ഇൻക്രീസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. കാരണം എന്നാലേ യൂട്ടിലിറ്റി കൂടുള്ളൂ. നമുക്കല്ലാതെ ഒന്ന് ഇൻക്രീസ് ചെയ്യാതെ നമുക്ക് പറ്റത്തില്ല. ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റൊന്നും ഇൻക്രീസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ യൂട്ടിലിറ്റി കൂടത്തുള്ളൂ. ഇനി ഗിഫ് ആൻഡ് ഗുഡ്. എപ്പോഴും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ണിലൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഗിഫ് ആൻഡ് ഗുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എല്ലാ കാലത്തും ഇപ്പൊ ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം തന്നെ ഏതൊരു എക്സാം എടുത്താലും ഇപ്പൊ ഈ നെറ്റ് ഇക്കണോമിക്സിന്റെ ഒക്കെ നെറ്റ് എക്സാമുകളായാലും ഏതൊരു എക്സാമുകളാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഗിഫ് ആൻഡ് ഗുഡിന്റെ ഉണ്ടാവും. അത്രയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോർ ഏരിയ ആണ്. അതുകൊണ്ട് നമുക്കും എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ വരാതിരിക്കാം, പക്ഷെ എന്നാലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സാധനമാണ് ഗിഫ് ആൻഡ് ഗുഡുകൾ എന്ന് പറയുന്നത്. ഗിഫ് ആൻഡ് ഗുഡിനെ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് ഒരു എക്സംഷൻ ടു ദി ഡിമാൻഡ് തിയറി എന്നാണ്. ഡിമാൻഡ് തിയറിയുടെ ഒരു എക്സംഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഗിഫ് ആൻഡ് ഗുഡുകളെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഗിഫ് ആൻഡ് ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ ഇറ്റ്സ് പ്രൈസ് റെഡ്യൂസസ്, അതിന്റെ പ്രൈസ് കുറയുമ്പോൾ ഇറ്റ്സ് ഡിമാൻഡ് വിൽ ഓൾസോ റെഡ്യൂസ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് വിൽ ഓൾസോ റെഡ്യൂസ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയും. അതിനെയാണ് നമ്മൾ ഗിഫ് ആൻഡ് ഗുഡുകൾ എന്ന് പറയുക. അപ്പോ ഗിഫ് ആൻഡ് ഗുഡുകളെ നമ്മൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനകത്ത് വരുന്ന ഒന്നാണ് ഗിഫ് ആൻഡ് ഗുഡുകൾ. നമ്മൾ അധികം വാങ്ങിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കുറഞ്ഞാൽ മാത്രമേ നമ്മളത് പ്രിഫർ ചെയ്യുള്ളൂ. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്തിനാ ഇത് വാങ്ങിക്കുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതിലേക്ക് നമുക്ക് പ്രിഫർ ചെയ്യാം എന്നൊരു തോന്നൽ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഗിഫ് ആൻഡ് ഗുഡുകൾ എന്ന് പറയാം. അപ്പൊ ഈ ഗിഫ് ആൻഡ് ഗുഡുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്റ്റ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ഔട്ട്വെയ്ഡ്സ് പോസിറ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻകം എഫക്ട് ഔട്ട്വെയ്ഡ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻകം എഫക്ട് ഔട്ട്വെയ്ഡ്സ് പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ, പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഔട്ട്വെയ്ഡ്സ് നെഗറ്റീവ് ഇൻകം എഫക്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. നെഗറ്റീവ് ഇൻകം എഫക്ട് ഔട്ട്വെയ്ഡ്സ് ദി പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. നെഗറ്റീവ് ഇൻകം എഫക്ട് ഔട്ട്വെയ്ഡ്സ് ദി പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. എന്തുകൊണ്ടാണ് ഇൻകം എഫക്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത്? കാരണം ഇൻഫീരിയർ ഗുഡ് എന്ന് ഗിഫ് ആൻഡ് ഗുഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്. ഇൻഫീരിയർ ഗുഡിന്റെ വിഭാഗത്തിൽ പെടുത്തുന്ന ഒരു കമോഡിറ്റിയാണ് ഗിഫ് ആൻഡ് ഗുഡ്. അപ്പൊ ഇൻഫീരിയർ ഗുഡിന്റെ പ്രത്യേകത എന്താ? ഇൻഫീരിയർ ഗുഡിന്റെ പ്രത്യേകത ഇൻകം എഫക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇൻകം എഫക്റ്റ് നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഇൻകം ഇൻക്രീസസ് വി വിൽ നോട്ട് ഇൻക്രീസ് ഇറ്റ്സ് കൺസംഷൻ. നമ്മളിപ്പോ നമ്മൾക്ക് പൈസ കുറവാണെങ്കിൽ ഇപ്പൊ അരി വാങ്ങിക്കാം, കടയിൽ ചെന്നിട്ട് ഏറ്റവും കുറഞ്ഞ വിലയുള്ള അരി തരാനായിരിക്കും നമ്മൾ പറയാറ്. നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ല, ഇൻകം കൂടുകയാണ്, പൈസ കൂടി, അപ്പൊ ആ അരി കുറച്ച് കൂടുതൽ വാങ്ങിക്കാം എന്നല്ല നമ്മൾ വിചാരിക്കുക. പകരം ആ അരിയുടെ കൺസംഷൻ കുറച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ നല്ല ഗ്രേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അരി വാങ്ങിക്കാനായിട്ട് പോകും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഇൻകം കൂടിയപ്പോൾ വി ആർ കൺസ്യൂമിങ് ലെസ്സർ, അല്ലെങ്കിൽ വി ആർ റെഡ്യൂസിങ് അവർ ഡിമാൻഡ് ഫോർ ദാറ്റ് കമോഡിറ്റി. സാധാരണ കമോഡിറ്റികളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ കൺസംഷൻ കൂട്ടും. ഇപ്പൊ ചിക്കൻ മാസത്തിൽ ഒരിക്കൽ വാങ്ങിച്ചിരുന്ന ആൾക്കാരാണ്, പക്ഷെ ഇൻകം കൂടിയപ്പോൾ അവർ ആഴ്ചയിൽ ഒരിക്കൽ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇൻകം കൂടിയപ്പോൾ ഡിമാൻഡും കൂടി. പക്ഷെ ഇവിടെ നെഗറ്റീവ് ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ നമ്മൾ ഡിമാൻഡ് കുറയ്ക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫീരിയർ ഗുഡുകളുടെ വിഭാഗത്തിൽ വരുന്നതാണ് ഈ ഗിഫ് ആൻഡ് ഗുഡുകൾ എന്നും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകം എഫക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും യു ക്യാൻ ചെക്ക്. ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് ഇൻകം എഫക്റ്റ് ഉള്ള ആൻസേഴ്സ് ഉണ്ട്, അതിനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അഥവാ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ എലിമിനേറ്റ് ദീസ്. പോസിറ്റീവ് ഇൻകം എഫക്റ്റ് പറയുന്ന ഇതെല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം എന്താ? ഓർമ്മയിൽ ഉണ്ടാവണം, ഗിഫ് ആൻഡ് ഗുഡ് ഒരു ഇൻഫീരിയർ ഗുഡ് ആണ്.
ഇൻഫീരിയർ ഗുഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻകം എഫക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗിഫൻ ഗുഡിന്റെ ഇൻകം എഫക്റ്റും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പോ നമുക്ക് എല്ലാ ആൻസേഴ്സും അറിയണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്കും അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അവിടെ യു ക്യാൻ യൂസ് ദ എലിമിനേഷൻ മെത്തേഡ്സ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയണം എന്നില്ല, പക്ഷെ നമ്മുടെ മോഡ്യൂളും നമ്മുടെ സിലബസും നമുക്ക് നല്ലവണ്ണം അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ എലിമിനേറ്റ് ദി ഓപ്ഷൻസ്. യു ക്യാൻ യൂസ് ദ ബ്രെയിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിച്ചതിന്റെ മെമ്മറീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് യു ക്യാൻ എലിമിനേറ്റ് ദി ഓപ്ഷൻസ്. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻകം എഫക്റ്റ്. അപ്പോ ഗിഫൻ ഗുഡിന്റെ കാര്യത്തിൽ എപ്പോഴും നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ആണ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. ഔട്ട് വെയ് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആയിരിക്കും. എപ്പോഴും അതായിരിക്കും ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെൻ ദി പ്രൈസ് ഓഫ് എ ഗുഡ് റൈസസ് ഇറ്റ്സ് ഡിമാൻഡ് ഇൻക്രീസസ്, അല്ലെങ്കിൽ വെൻ പ്രൈസ് ഓഫ് എ ഗുഡ് ഡിക്രീസസ് ഇറ്റ്സ് ഡിമാൻഡ് ഡിക്രീസസ്. അതായത് നേരെ തിരിച്ച് നമ്മുടെ ഡിമാൻഡ് തിയറിയുടെ കോൺട്രാറി ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുക. കോൺട്രാറി ടു ദി ഡിമാൻഡ് കർവ് ആണ് നമുക്ക് ഇവിടെ സംഭവിക്കുക. സോ ദാറ്റ് നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ആണ് ഗിഫൻ ഗുഡുകളുടെ കാര്യത്തിൽ എപ്പോഴും ഔട്ട് വെയ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു മൈക്രോ ഇക്കണോമിക് മോഡ്യൂളിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് ചോദിച്ചത് കോപ്ഡെക്സ് പ്ലസ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. രണ്ടാമത് ചോദിച്ചതും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിരുന്നു. മൂന്നാമത് ചോദിച്ചേക്കുന്നത് ഇൻഡിഫറൻസ് കർവ് റിലേറ്റ് ചെയ്ത്, അത് ആ യൂട്ടിലിറ്റി റിലേറ്റഡ് ഏരിയ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നത് ഗിഫൻ ഗുഡ്, അത് ഡിമാൻഡിന്റെ ഏരിയയുമാണ്. അപ്പോ ഇതും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഏരിയ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, ടു ദ പോയിന്റ് മാത്രം പഠിക്കുക. നോട്ട്സ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ടു ദ പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ഗിഫൻ ഗുഡ് എഴുതുകയാണെങ്കിൽ അത് വാരി വലിച്ച് എന്താണ് ഗിഫൻ ഗുഡ്, ഇത് ആര് കൊണ്ടുവന്നു, എപ്പോ കൊണ്ടുവന്നു, കഥ എന്താണ്, വലിയൊരു കഥയുണ്ട്. ബ്രിട്ടനില് ബ്രെഡും ബീഫ് ആൻഡ് ബ്രെഡ്, അതിന്റെ ഒരു ഡിമാൻഡ് വെച്ചിട്ടാണ് ഈ ഗിഫൻ ഗുഡ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ കഥകളൊന്നും നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ഗിഫൻ ഗുഡ്, അതിന്റെ ഇൻകം എഫക്റ്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണ്, ഡിമാൻഡ് തിയറിയുടെ കോൺട്രറി ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് എഴുതി വെക്കാം. സോ ദാറ്റ് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഓൾ ദീസ് പോയിന്റ്സ് ഇൻ യുവർ മൈൻഡ്. ഇത്രയുമാണ് മൈക്രോയിൽ വരുന്നത്. രണ്ടാമത്തത് മാക്രോ ഇക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പോ മാക്രോ ഇക്കണോമിക് എന്ന് പറയുമ്പോൾ മൈക്രോ എന്ന് പറയുന്നത് ഇക്കണോമിക്സിലെ 2 ഡിവിഷൻസ് ആണ്, മൈക്രോ ആൻഡ് മാക്രോ. മൈക്രോ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പഠിക്കുന്നത്, മാക്രോ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ്സുകളെ പഠിക്കുന്നതുമാണ്. ഈ മാക്രോയിലാണ് നമ്മൾ നാഷണൽ ഇൻകത്തെ പറ്റി, അതുപോലെ തന്നെ ഇൻകം, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, പോളിസി അനാലിസിസുകള്, അതുപോലെ തന്നെ കൺസംഷൻ തിയറികള് ലൈക്ക് ആബ്സല്യൂട്ട്, റിലേറ്റീവ്, പെർമനന്റ്, ലൈഫ് സൈക്കിൾ തിയറീസ്, ഇൻവെസ്റ്റ്മെന്റ് തിയറികള്, ഇൻഫ്ലേഷൻ. നമ്മുടെ ഇക്കണോമിക്സിൽ ഒരു കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ. ഇതെല്ലാം വരുന്നത് നമ്മുടെ മാക്രോ ഇക്കണോമിക് തിയറിയിലാണ്. ഇനി നിങ്ങൾ ഇതില് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിന്റെ സ്കൂൾസ് ഓഫ് തോട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതില് മാക്രോയില് നിങ്ങൾ ആദ്യം ഇപ്പൊ ഇതില് നിങ്ങൾ നോക്കിയാൽ അതേ മിസ് ഇതിനകത്ത് സ്കൂൾ ഓഫ് തോട്ട് ഇല്ലല്ലോ എന്ന് തോന്നരുത്. സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഈ ഒരു തിയറികള് ഇതിനകത്ത് സ്കൂൾസ് ഇൻ മാക്രോ ഇക്കണോമിക്സ് പറയുന്നില്ലേ, ഈ ഓരോ തോട്ടുകളും ഓരോ സ്കൂൾസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. നമ്മൾ തുടങ്ങുന്നത് ഇക്കണോമിക്സ് തുടങ്ങുന്നത് തന്നെ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ നിന്നാണ്. ആദ്യകാല ഇക്കണോമിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ. അവര് പറഞ്ഞതല്ല പിന്നീട് വന്ന കെയ്നീഷ്യൻസ് പറഞ്ഞത്. കെയ്നീഷ്യൻ എന്ന് പറയുന്നത് കീൻസിനെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരാണ് കെയ്നീഷ്യൻസ്. കെയ്ൻസിനെ ഫോളോ ചെയ്തവരും. പിന്നെ മോണിറ്ററിസ്റ്റുകൾ വന്നു. ഇവർ എൻറ്റയർലി ഇവർ പറഞ്ഞു ഒന്നുമല്ല ഇവർ പറയുന്നത്. പിന്നെ ന്യൂ ക്ലാസിക്കൽസ് ഉണ്ട്, സപ്ലൈ സൈഡ് ഇക്കണോമിസ്റ്റുകളുണ്ട്, ന്യൂ കെനീഷ്യൻസ് ഉണ്ട്, നിയോ ക്ലാസിക്കൽസ് ഉണ്ട്, ന്യൂ ക്ലാസിക്കൽസ് ഉണ്ട്, പോസ്റ്റ് കെനീഷ്യൻസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഒന്ന് എഴുതി വെക്കുക.
ഇതിലൊക്കെ വരുന്ന ഇക്കോണമിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും. ഓരോ തിയറി പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ദിസ് ന്യൂ ക്ലാസിക്കൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയുക. അപ്പോ അങ്ങനെ ആ ഓരോ ഇക്കണോമിസ്റ്റുകൾ, ഇപ്പോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് എഴുതിയിട്ട് അതിൽ വരുന്നത് ആരൊക്കെയാണ്, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറികൾ ഏതൊക്കെയാണ്, അതൊന്ന് എഴുതി വെക്കുക. അപ്പൊ അങ്ങനെ എഴുതി വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വലുതായി നല്ല ഇതായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ആ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഏത് സ്കൂളാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്കൂൾ ഓഫ് തോട്ടും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്കോണമിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ഓർത്തിരിക്കാം. ഇപ്പോ ഇതിലൊരു JB Singh എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആണ്. പുള്ളിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതുപോലെ ആഡം സ്മിത്ത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആണ്. JS Mill ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നവരെ മാത്രം ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ഈ ISLM മോഡൽ എന്നൊക്കെ പറയുന്നത് വലിയൊരു ഗ്രാഫിക്കലായിട്ട് നമ്മൾ പറയുന്ന വലിയൊരു മോഡലാണ്. അപ്പൊ ആ മോഡൽസിന്റെ കോർ ആയിട്ടുള്ള എന്താണ് ആ മോഡലിൽ പറയുന്ന കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ്, ആ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി വെക്കുക. അപ്പൊ നിങ്ങളോട് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. അത് നമ്മൾ ഈ ഒരു ISLത്തിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻകം എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ്. ഒരു ഇക്കോണമിയിലെ ഇൻട്രസ്റ്റും ഇൻകവും എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് എന്നാണ് ഇതിനകത്ത് പറയുക. മണി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു മണി സപ്ലൈ. ഇങ്ങനെ ഒരു രണ്ട് കർവുകളുണ്ട്, LM കർവും ഉണ്ട്, IS കർവും ഉണ്ട്. അപ്പൊ LM കർവിനകത്ത് എന്താണ് വരണത്, IS കർവിനകത്ത് എന്താണ് വരണത്. അപ്പോ LM കർവ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണ്. IS എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിങ് ആണ് പറയുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ കർവുകൾ പറയാ, ISL എന്താണ് പറയുക, LM എന്ന് പറയുന്നതിനകത്ത് എന്താണ് ഈ ISLM ഫ്രെയിംവർക്ക്. ഇൻട്രസ്റ്റ് ആൻഡ് ഇൻകം എങ്ങനെയാണ് ഇക്കോണമിയിൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ISLM മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കൺസംഷൻ തിയറികൾ എന്താണ്, ആബ്സല്യൂട്ട് കോർ മാത്രം. വാട്ട് ഈസ് ആബ്സല്യൂട്ട് എന്ന് ചോദിച്ചാൽ ആ ഒരു കോർ ആയിട്ടുള്ള കോൺസെപ്റ്റും അത് ആരാണ് കൊണ്ടുവന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് തിയറികൾ എടുത്താലും ഏറ്റവും ബേസിക് ആയിട്ട് ഓരോ ഇൻവെസ്റ്റ്മെന്റ് തിയറിയിലും എന്താണ് പറയുന്നത്, അതിന്റെ അസംഷൻസോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ല. അപ്പോ അതിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത് നോക്കി വെക്കുക. ഓരോ പോയിന്റ് ഓരോ ടോപ്പിക്കുകളിലും കോർ ആയിട്ടുള്ള കാര്യം മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തീരത്തില്ല. പഠിക്കാനാണെങ്കിൽ ഇത് ഒരുപാടുള്ള ഒരു ഏരിയ ആണ്. സോ വാട്ട് യു നീഡ് ടു സ്റ്റഡി ഈസ് ഓൺലി ദ കോർ കോൺസെപ്റ്റ്സ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ആബ്സല്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആബ്സല്യൂട്ടിൽ പറയുന്നത് എങ്ങനെയാണ് കറണ്ട് ഇൻകം ബേസ് ചെയ്തിട്ട് ആൾക്കാരെ കൺസ്യൂം ചെയ്യുന്നത്. ആൾക്കാരുടെ കൺസ്യൂംഷൻ ഇസ് ബേസ്ഡ് ഓൺ കറണ്ട് ഇൻകം. അത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് കൊണ്ടുവന്നത്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ വിൽ ഓൾസോ ഇൻക്രീസ് ബട്ട് നോട്ട് ആസ് മച്ച് ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകം ഒരു 10% കൂടുവാണെങ്കിൽ കൺസംഷനും കൂടും, പക്ഷെ അത്രയും കൂടത്തില്ല. ഇറ്റ് വിൽ ബി ലെസ്സർ ദാൻ ദാറ്റ്. ഇതാണ് ഇതിന്റെ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ ബാക്കി വരുന്ന ഇൻകം എന്ത് ചെയ്യും, ഇത് സേവ് ചെയ്യും. ആ സേവിങ്സ് പിന്നീട് എന്താവും, ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഏറ്റവും ക്രിസ്പായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ലൈഫ് സൈക്കിളിൽ എങ്ങനെയാണ് അയാളുടെ കൺസംഷൻ വരുന്നത് എന്നുള്ളതാണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ കൺസംഷൻ വരുന്നത്, ഒരു തിയറിയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ വരുന്നത്. അപ്പൊ ഈ ഫോർമുലാസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അല്ലാതെ അതിന്റെ വലിയ ഫോർമുല നോട്ട് ചെയ്യാന്ന് വെച്ചാൽ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കറണ്ട് ഇൻകം ബേസ് ചെയ്തിട്ടാണ് കൺസംഷൻ. അപ്പൊ അങ്ങനെ ഓരോന്നും പെർമനന്റ് ഇൻകം എന്ന് പറയുമ്പോൾ പെർമനന്റ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് കൺസംഷൻ. അയാൾക്ക് ഒരു പെർമനന്റ് മന്ത്ലി കിട്ടുന്ന ഇൻകം അല്ല, അയാൾക്ക് ഒരു പെർമനന്റ് ഇൻകം ഉണ്ടാവും. അതിൽ വേരിയേഷൻസ് ഉണ്ടാവും. ആ വേരിയേഷൻസ് അയാളുടെ എംപ്ലോയ്മെന്റ്സോ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇൻസെന്റീവോ ഒക്കെയാണ്. അത് കൂട്ടാതെ അയാൾക്ക് സ്ഥിരമായിട്ട് എന്താണോ ഇൻകം അതാണ് അയാളെ കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കാം.
ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എങ്ങനെ കാര്യങ്ങളെ ഓർത്തിരിക്കണം എന്നുള്ളത്. ഇവിടെ എക്സ്പെക്ടഡ് ലൈഫ് ഇൻകം, നമുക്ക് ഭാവിയിൽ എത്ര രൂപ കിട്ടും, അതിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യങ് ഏജിൽ നമുക്ക് ഇൻകം ഒന്നും ഇല്ല, അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ വർക്കിംഗ് ഏജിലാകുമ്പോൾ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി നമ്മൾ സേവ് ചെയ്യും, കൺസ്യൂം ചെയ്യും, എന്നിട്ട് ആ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റിട്ടയർമെന്റ് ലൈഫിൽ കൺസ്യൂം ചെയ്യും. അങ്ങനെ ഒരാൾ അയാളുടെ ലൈഫ് സൈക്കിളിൽ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ ഒരാളുടെ കൺസംഷൻ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ കറന്റ് ഇൻകം. അത് പറഞ്ഞത് നമ്മുടെ അബ്സല്യൂട്ട് തിയറിയിലാണ്. അതിന് നേരെ തിരിച്ചവിടെ പറയുന്നത്, അയാളുടെ ലൈഫ് സൈക്കിളിൽ അയാൾക്ക് അയാളുടെ എക്സ്പെക്ടഡ് ഇൻകം എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും അയാളുടെ കൺസംഷൻ. അങ്ങനെ കോറായിട്ട് പഠിക്കുക. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഇൻഫ്ലേഷൻ, അതുപോലെ ഫിലിപ്സ് കർവ് എന്താണ് പറയുന്നത്, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റിന്റെയും ആ ഒരു നെഗറ്റീവ് റിലേഷൻ. വെൻ ഇൻഫ്ലേഷൻ ഇൻക്രീസസ് അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസസ്, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസസ് ഇൻഫ്ലേഷൻ റെഡ്യൂസസ്. വെച്ചാൽ രണ്ടും നെഗറ്റീവ് ആണ്, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. അപ്പൊ ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കൂട്ടണം, അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ കൂട്ടണം. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഫിലിപ്സ് കർവില് പറയുന്നത്. അതുപോലെ എന്താണ് ഓക്കിൻസ് ലോ, സാക്രിഫൈസ് റേഷ്യോ എന്താണ്, ഇതൊക്കെയാണ് ഇതിൽ പറയുക. അപ്പൊ ഇത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണ് കമ്പയർ ടു ദ മൈക്രോ. ഇറ്റ് ഇസ് വെരി വാസ്റ്റ് സിലബസ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഓരോ കോൺസെപ്റ്റിന്റെയും കോർ ആയിട്ടുള്ള എന്താണ് എന്ന് മാത്രം പഠിച്ചു വെക്കുക, അതേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ക്ലാസിക്കൽ തിയറി, കൺസംഷൻ തിയറികളാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, അതും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ദി സ്കൂൾസ് ഓഫ് തോട്ട്, ഓരോ സ്കൂൾസ് ഓഫ് തോട്ടും. ഇത്രയുമാണ് ഈ ഒരു മാക്രോ ഇക്കണോമിക് തിയറിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അതിൽ 3 മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഉള്ളത്. അതിലൊക്കെ ഓരോ മെത്തേഡ്സും എന്താണെന്നും അതിൽ വരുന്ന എക്സംഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഇപ്പോ ഇൻകം മെത്തേഡിൽ എന്തൊക്കെ ആഡ് ചെയ്യത്തില്ല, എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എന്തൊക്കെ വരത്തില്ല, പ്രോഡക്റ്റ് മെത്തേഡിൽ എന്തൊക്കെ വരത്തില്ല, ഇത് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മുടെ ഹൗസ് വൈഫുകളുടെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്കുള്ളതൊന്നും നാഷണൽ ഇൻകത്തിൽ വരണില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാട്ട് ആർ ദി എക്സംഷൻസ്, എന്തൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങളോട് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് വെൻ യു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബൈ യൂസിങ് ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിന് നിങ്ങൾ എന്ത് പഠിക്കണം, എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യത്തില്ല എന്ന് അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ എടുത്തിരുന്നു, അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ ഈ നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. 3 മെത്തേഡ് എന്തൊക്കെയാണെന്നും അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക്, അപ്പൊ അത് നമ്മുടെ ഈ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് ഇസ് അച്ചീവ്ഡ് വെൻ ദി യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഏത് പോയിന്റിലാണെന്നാ ചോദിക്കുന്നത്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്, ഒപ്റ്റിമം എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിനെയാണ് നമ്മൾ ഒപ്റ്റിമം എന്ന് പറയുക. അപ്പൊ ആ ഒരു ഒപ്റ്റിമം എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നത്? ഒപ്റ്റിമം അച്ചീവ് ചെയ്യുന്നത് വെൻ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ മാർജിനൽ പ്രോഡക്റ്റ്, മാർജിൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കുക, അഡീഷണൽ ആണ്. എപ്പോഴും മാർജിൻ എന്ന് പറഞ്ഞ എന്താ, അഡീഷൻ ആണ്. നമ്മൾ എക്സ്ട്രാ എന്താണ് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ മാർജിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ ഗെറ്റ്സ് വെൻ ഹി കൺസ്യൂം എൻ അഡീഷണൽ യൂണിറ്റ്. അതുപോലെ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ റവന്യൂ ദാറ്റ് എ ഫേം ഗെറ്റ്സ് വെൻ ദേ എംപ്ലോയ് ആൻ അഡീഷണൽ, അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാർജിനൽ റവന്യൂ. അപ്പൊ ഒരു അഡീഷൻ സംഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന അഡീഷണൽ, അതാണ് മാർജിനൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുമ്പോൾ
നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എത്ര, അതിനെയാണ് നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ്. ഇപ്പോ ഒരു ക്യാപിറ്റലാണ് യൂസ് ചെയ്തത്, അപ്പോ 5 കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ 2 ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോ 7 കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ അഡീഷണൽ എത്രയാണ്? 2. ഒരെണ്ണം എക്സ്ട്രാ എടുത്തപ്പോ എന്ത് കിട്ടി? 2 പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റി. സോ ദാറ്റ് ഈസ് ദ മാർജിനൽ പ്രോഡക്റ്റ്. അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ് ദ പോയിന്റ് വേർ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂസർ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ആ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് വരുന്ന കോസ്റ്റ്, ചെലവ് എന്തൊക്കെയാണ്, അത് നമ്മൾ അതിന്റെ ഡിപ്രിസിയേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിന്റെ കോസ്റ്റ്, ആ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് എന്താണ്. അപ്പോ ഒരു ഫേം അതിന്റെ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യും ടിൽ വിച്ച് പോയിന്റ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ്. അപ്പൊ അതിനുശേഷം യൂസർ കോസ്റ്റ് കൂടുകയാണ്, മാർജിനൽ പ്രൊഡക്റ്റ് കൂടുന്നില്ലെങ്കിൽ അത് നഷ്ടമാണ് കമ്പനീനെ സംബന്ധിച്ചു, അല്ലെ? ചെലവ് കൂടുതലാണ്, അഡീഷണൽ ആയിട്ട് ഒന്നും കിട്ടണമില്ല, അപ്പൊ അവർക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ സ്റ്റിൽ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു യൂസർ കോസ്റ്റ് ആണെങ്കിലാണ് ഒരു ഫേം ക്യാപിറ്റൽ സ്റ്റോക്ക് എടുക്കുന്നത്. ഇതാണ് ഇതിനകത്ത് പറയുക. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻഫ്ലേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ മൈക്രോയിൽ പറഞ്ഞപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഗിഫ്റ്റ് ആൻഡ് ഗുഡിനോട് ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ മാക്രോയുടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നെഹ്റു എന്ന് പറയുന്ന ഒരു പോർഷൻ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെഹ്റുവിന്റെ എക്സ്പാൻഷൻ ചോദിക്കാം. അപ്പോ അതും ഓർത്തിരിക്കാം. വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു ദ നെഹ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് നെഹ്റുവിന്റെ എക്സ്പാൻഷൻ. ആക്ച്വലി ഇത് ഫിലിപ്സ് കർവിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട്, അല്ലെങ്കിൽ ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻ ഇൻഫ്ലേഷൻ ഇൻക്രീസസ് അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസസ്, വെൻ ഇൻഫ്ലേഷൻ ഡിക്രീസസ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സാക്രിഫൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ യു ഹാവ് ടു ബെയർ ദ കോസ്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നിങ്ങൾ അൺഎംപ്ലോയ്മെന്റ് സഹിച്ചേ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇൻഫ്ലേഷൻ സഹിച്ചേ പറ്റുള്ളൂ. ഇതാണ് ഫിലിപ്സ് കർവിൽ പറയുന്നത്. അപ്പോ ഇത് ആക്ച്വലി ഒരു കോൺട്രറി ആണ്. ആ ഒരു സമയത്ത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഒരുമിച്ച് കൂടിയ സമയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഈ ഒരു കോൺസെപ്റ്റ് അത്ര കറക്റ്റ് അല്ല, ഇതിന് കുറച്ച് വേരിയേഷൻസ് സംഭവിക്കാം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു നെഹ്റു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോ നെഹ്റു എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു ഇറ്റ്സ് എ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് as its name suggests, it is non-accelerating inflation rate of unemployment. അതായത് ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യാത്ത റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, അതിനെയാണ് നമ്മൾ നെഹ്റു എന്ന് പറയുക. ഫിലിപ്സ് കർവ് ഇങ്ങനെയല്ലേ വരുന്നത്. അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറവായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് കുറവാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഫിലിപ്സ് കർവ് വരുന്നത്. അപ്പോ ഇവിടെ there will be ഈ ഒരു കർവില് there will be a particular rate of unemployment which will never accelerate inflation. ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യാത്ത ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ടാവും. അത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ an economy. ഓരോ ഇക്കോണമിയുടെയും സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ആ ഒരു റേറ്റ്. അത് എപ്പോഴും അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ ഇക്കോണമിക്ക് നല്ലതാണ്. നല്ലത് നല്ല ഉണ്ടാവും. ഇൻഫ്ലേഷൻ ഈസ് ആക്ച്വലി നല്ലതാണ്. ഒരു മൈൽഡ് ഇൻഫ്ലേഷൻ എപ്പോഴും നല്ലതാണ്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് സീറോ ഒന്നും ഒരിക്കലും ആക്കാനായിട്ട് പറ്റില്ല. ദർ വിൽ ബി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അപ്പോ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ദർ ഇസ് an unemployment rate which will never accelerate the inflation. ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യാത്ത അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട്. ആ ഒരു അൺഎംപ്ലോയ്മെന്റ്, ആ ഒരു പെർട്ടിക്കുലർ റേറ്റിനെ പറയുന്ന പേരാണ് നോൺ ആക്സിലറേറ്റിംഗ് inflation rate of unemployment. That means there is an unemployment rate which will never accelerate the inflation. ഇൻഫ്ലേഷനെ ആക്സിലറേറ്റ് ചെയ്യാത്ത റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇവിടെ ഇതാണ് ആ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എങ്കിൽ, ഇതാണ് നമ്മുടെ നെഹ്റു എങ്കിൽ, ഇതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ what happens? Inflation will increase. ഇനി ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാലോ ഇൻഫ്ലേഷൻ കുറയുകയും ചെയ്യും. അപ്പോ
ഇവിടെ ഇതൊരു സ്റ്റേബിൾ ആണ്. ഈ ഒരു സ്റ്റേബിൾ റേറ്റിൽ ഇൻഫ്ലേഷൻ ഒന്നും സംഭവിക്കില്ല. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഇസ് എ നോൺ ആക്സലറേറ്റിംഗ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ ആക്സലറേറ്റ് ചെയ്യാത്ത ഒരു റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ നെഹ്റു എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഇവിടെ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫോർ വിച്ച് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് സീറോ. നെഹ്റു ഇസ് ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് അറ്റ് വിച്ച് inflation remains stable. If unemployment falls below the level, inflation tends to rise. And if unemployment is above Nehru, inflation may decrease. It is a key concept in macroeconomic policy because it is related to the decision making. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇടുന്നവർക്ക് പ്രത്യേകിച്ച് ഇക്കണോമിക്സ് റിലേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും ഫിലിപ്സ് കർവും നെഹ്റു. അപ്പൊ ഇതിൽ നെഹ്റു തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല, ഫിലിപ്സ് കർവും ചോദിക്കാം. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ആണ് എപ്പോഴും കോർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയാ ഏത് വേണമെങ്കിലും നെഹ്റു വേണമെങ്കിൽ ചോദിക്കാം, ഫിലിപ്സ് കർവ് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ദി നോൺ ആക്സിലറേറ്റിംഗ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇൻഫ്ലേഷനെ ആക്സിലറേറ്റ് ചെയ്യാത്ത റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ നെഹ്റു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നെഹ്റു പഠിക്കുമ്പോൾ അതിന്റെ എക്സ്പാൻഷൻ കൂടെ എന്തായാലും ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ആൻസർ ബി. ആൻസർ ഇതിൽ പറഞ്ഞിട്ടില്ല. ആൻസർ ബി ആണ്. ആൻസർ ഇസ് ബി. ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫോർ വിച്ച് ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് സീറോ. അപ്പോ ആൻസർ അതാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വിച്ച് മേക്സ് ഇൻഫ്ലേഷൻ ചേഞ്ച് ഇൻ ഇൻഫ്ലേഷൻ ഇസ് സീറോ. ചേഞ്ച് ഉണ്ടാവില്ല, കാരണം അത് ആക്സിലറേറ്റിംഗ് അല്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തും. ആദ്യത്തേൽ പറഞ്ഞത് എംപ്ലോയ്മെന്റ് സീറോ എന്നാണ്. എംപ്ലോയ്മെന്റ് സീറോ ആക്കുന്നതല്ല, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് സീറോ ആക്കുന്നതല്ല. ഇറ്റ്സ് എ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വിച്ച് ദ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇസ് സീറോ. Then a rate of unemployment which is equal to the rate of inflation. അതുമല്ല, ഇവിടെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഒന്നും ഇവിടെ ഈക്വൽ അല്ല. ഇത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് an unemployment rate which will never accelerate the inflation. ഇൻഫ്ലേഷൻ ഒരിക്കലും ആക്സിലറേറ്റ് ചെയ്യാത്ത ഒരു റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ നെഹ്റു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കാരണം ഇത് അത്രയും കോർ ആയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇതെപ്പോഴും കുറച്ച് എംഫസൈസ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ. ദെൻ വിച്ച് among the following is not correctly matched? ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾ സ്കൂൾ ഓഫ് തോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്ന്. ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നതാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാ ചോദിച്ചിരിക്കുന്നത്. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് റോബർട്ട് ലൂക്കാസ്, മൾട്ടിപ്പിൾ എഫക്ട് ടി.എച്ച്. ഹാവൽമോ, ന്യൂ കെനീഷ്യൻ പോൾ റോമർ, പെർമനന്റ് ഇൻകം എം ഫ്രീഡ്മാൻ. ഇതിൽ റോങ് ആയിട്ടുള്ള ഏതാണ്? ദ റോങ് ഇസ് സി, ന്യൂ കെനീഷ്യൻ ഇക്കണോമിക്സ് പോൾ റോമർ. പോൾ റോമർ ന്യൂ കെനീഷ്യൻ ഇക്കണോമിക്സിൽ വരുന്ന ഒരാളല്ല. പോൾ റോമർ എൻഡോജിനസ് ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞ ഒരു ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തിയറി കൊണ്ടുവന്ന, ഡെവലപ്മെന്റ് ഇക്കണോമിക്സിൽ വരുന്ന ഒരു ഗ്രോത്ത് തിയറി കൊണ്ടുവന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ് പോൾ റോമർ. അല്ലാതെ ഒരു ന്യൂ കെനീഷ്യൻ ഇക്കണോമിക്സ് പ്രപ്പോസ് ചെയ്ത ആളല്ല. ന്യൂ കെനീഷ്യൻ ഇക്കണോമിക്സിൽ വരുന്നവര് ഗ്രിഗറി മാൻകിവ്, ഡേവിഡ് റോമർ, ജോൺ ടൈലർ, ഇവരൊക്കെയാണ് ന്യൂ കെനീഷ്യൻ ഇക്കണോമിക്സിൽ വരുന്ന ആൾക്കാർ. അവര് ഡേറ്റ് തിക്നെസ്സും മോണിറ്ററി പോളിസിയുടെ ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞ ഇക്കോണമിസ്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ ഓരോ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് ആര് കൊണ്ടുവന്നു? മിൽട്ടൺ ഫ്രീഡ്മാൻ. അതുപോലെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ്, കീൻസ്. അങ്ങനെ ഓരോന്നും ഒന്ന് പഠിച്ചു വെക്കാം. ഓരോ തിയറിയും ആരാണ് കൊണ്ടുവന്നതെന്ന് പഠിച്ചു വെച്ചേക്കാം. നെഗറ്റീവ് റിലേഷൻഷിപ്പ് between the gap between actual GNP and its trend and the difference between actual unemployment rate and its equilibrium is called. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്ന ഏത് തിയറിയിലാണ് ഇത് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആക്ച്വൽ GNP and its ട്രെൻഡും ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ എംപ്ലോയ്മെന്റ് ആൻഡ് ഈക്വിലിബ്രിയം വാല്യൂ, ഈ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്യുന്ന തിയറി ഏതാണെന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അഥവാ ഒരു ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫിലിപ്സ് കർവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് അറിയാം. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഈക്വിലിബ്രിയം റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ദാറ്റ് ഇസ് ഒരു ഇക്കോണമിയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം.
ഇനി അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, ടോട്ടൽ അഗ്രിഗേറ്റ് ഇക്കോണമിയുടെ അഗ്രിഗേറ്റ് സപ്ലൈ ആണത്. അതിന് ഈ തിയറി ആയിട്ട് ഒരു ബന്ധമില്ല. സോ ദ ആൻസർ ഓക്കൻസ് ലോ. എലിമിനേഷൻ മെത്തേഡിലൂടെയും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇഫ് യു ആർ നോട്ട് അവെയർ ഓഫ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോഴും നിങ്ങൾക്ക് ബാക്കി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ കോൺസെപ്റ്റുകളെല്ലാം ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിനർത്ഥം. ഇവിടെ ഓക്കൻസ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഡിസ്ക്രൈബ് ദ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ഗ്യാപ്പ്. ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ജി എൻ പി ആൻഡ് ഇറ്റ്സ് ട്രെൻഡ്. ആക്ച്വൽ ജി എൻ പി ആൻഡ് ഈക്വിലിബ്രിയം, അത് തമ്മിലുള്ള ഡിഫറൻസും. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഈക്വിലിബ്രിയം ലെവൽ. അപ്പൊ ആ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ്, അപ്പൊ ഇതിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. അൺഎംപ്ലോയ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അതിന്റെ ഒരു ഇക്കോണമിയുടെ ഔട്ട്പുട്ട് അതിന്റെ പൊട്ടൻഷ്യൽ ലെവലിനേക്കാളും കുറയും. അതാണ് ഓക്കൻസ് ലോയിൽ പറയുന്നത്. ഇഫ് അൺഎംപ്ലോയ്മെന്റ് ഇപ്പൊ ഒരു 1% ഇൻക്രീസ് അൺഎംപ്ലോയ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒരു 2% റിഡക്ഷൻ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ ഓക്കൻസ് ലോ എന്ന് പറയുക. അപ്പൊ ഇവിടെ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആക്ച്വൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മൈനസ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നാച്ചുറൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇപ്പൊ പ്രിവൈലിംഗ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് വിൽ റെഡ്യൂസ്, ഇക്കോണമിയുടെ ഗ്രോത്ത് കുറയും. 1% അൺഎംപ്ലോയ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ 2%ഓളം അതിന്റെ ഔട്ട്പുട്ട് കുറയും, ഇക്കോണമിയുടെ ഔട്ട്പുട്ട് കുറയും. അതാണ് ഈ ഒരു ഓക്കൻസ് ലോയിൽ പറയണത്. അപ്പൊ ഈ ഓക്കൻസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇത് നിങ്ങൾക്ക് സംഭവം വായിക്കുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മനസ്സിലാവും. ഗ്യാപ് ബിറ്റ്വീൻ ആക്ച്വൽ ജി എൻ പി ആൻഡ് ഇറ്റ്സ് ട്രെൻഡ് ആൻഡ് ദി ആക്ച്വൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഈക്വിലിബ്രിയം, അത് ഓക്കൻസ് ലോ ആണ്. ഓക്കൻസ് ലോയിലാണ് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇക്കോണമിയുടെ ഗ്രോത്ത് കുറയും എന്ന് പറയുന്നത് ഓക്കൻസ് ലോയിലാണ്. അപ്പൊ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ മോഡ്യൂൾ ആണ് ഏറ്റവും വാസ്റ്റ്, പക്ഷെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. എങ്കിലും നമ്മൾ ഇത് നല്ലവണ്ണം പഠിച്ചു വെച്ചാലേ, മാക്രോയുടെ നിങ്ങൾ പഠിക്കുമ്പോൾ മൈക്രോ കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷെ മാക്രോ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഇപ്പൊ കുറച്ചൊക്കെ നിങ്ങൾ ഫോർ ദ സേക്ക് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ കുറച്ച് കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ട് വരും. ഓരോ തിയറിയും ആരുടേതാണെന്നൊക്കെ ബുള്ളറ്റ് പോയിന്റ്സുകൾ എഴുതി വെച്ചിട്ട് അത് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. ബാക്കി കുറെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കൃത്യമായിട്ട് വരുത്തിയിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇൻഫ്ലേഷന്റെ ക്വസ്റ്റ്യൻ കണ്ടു, ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റിന്റെ കണ്ടു, ഒരു സ്കൂൾ ഓഫ് തോട്ട് റിലേറ്റ് ചെയ്തിട്ട് കണ്ടു. അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ്, ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആണ് മറ്റൊരു ക്വസ്റ്റ്യനും. ഇവിടെ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് വന്നേക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ അൺഎംപ്ലോയ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോ ഈ ഒരു ഏരിയാസിന് കുറച്ച് എംഫസൈസ് കൂടുതൽ കൊടുത്തിട്ട് പഠിക്കുക, അതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിലും വരിക. ഈ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലായി. ഇത് തന്നെ അടുത്ത തവണ വരുന്നെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ നമ്മൾക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അതിന് കുറച്ച് എംഫസൈസ് കൊടുക്കാനായിട്ട് പറ്റും.